ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ മണിക്കുട്ടനെ നേരത്തെ പുല്ലൊക്കെ തീറ്റിച്ച് കൊണ്ടുവന്ന് കെട്ടിയതാണ്. പക്ഷെ അവളെ ശ്രദ്ധിച്ചപ്പോൾ കണ്ടോ, അവളുടെ മുഖത്തൊന്നായിട്ട് മുറിവായിട്ടുണ്ട്. കണ്ണിൻ്റെ കണ്ടടത്തിലൊക്കെ അവളതിങ്ങനെ കാണിച്ചു തരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഈച്ച കടിച്ചിട്ടാകെ മുറിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്താ ചെയ്യാന്നുള്ളത് അറിയുന്നില്ല. ഈച്ച വരാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ ഷോപ്പിൽ കിട്ടും തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മരുന്നെന്നുള്ള പേരൊന്നും അറിയണില്ല. അപ്പോൾ അവളതിങ്ങനെ കാണിച്ച് തരുന്നുണ്ട് കണ്ണൊക്കെ. മണിക്കുട്ടിക്ക് ഒരുപാട് സ്നേഹമുള്ളൊരു മണിക്കുട്ടിയാണ്. അവളെ കൊണ്ടുവന്ന ദിവസം തൊട്ടുകൾ നല്ല ഇണക്കമുള്ളൊരു പശുവാണ്. നമ്മളെന്ത് പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവും. പറയാൻ പറ്റാത്തൊരു കേടേ ഉള്ളൂ. അപ്പം ഞാനതിങ്ങനെ നോക്കിയപ്പോൾ അവളെ കാണിച്ചു തരുന്നുണ്ട് കണ്ണിൻ്റെ ഭാഗമൊക്കെ. കണ്ണുണ്ടോ, ഈച്ച കടിച്ച് മുറിവാക്കി. മയിൽമാധവനും വന്നിട്ടുണ്ട് അതിനിടയ്ക്ക്. ഇവിടെ നിന്ന് കോക്കുന്നുള്ളൊരു ശബ്ദം ഉണ്ടാക്കണുണ്ട് ആൾ. മണിക്കുട്ടി ഞാൻ ഇപ്പോൾ വരാട്ടാ. ചേർന്നോ, മണിക്കുട്ടിയുടെ ഒപ്പം ഒരാളുണ്ടായാൽ അവൾക്ക് നല്ല സന്തോഷമാണ്. ഇനിയിപ്പോൾ പുല്ല് തിന്നിടത്താണെങ്കിലും ആളൊപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ ഉണ്ടാതെ കിടന്നോളും. അവിടെ കെട്ടി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും അമ്മേ എന്നുള്ളൊരു വിളി. അപ്പോൾ നമ്മുടെ മയിൽമാധവന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1-2 ദിവസമായി ആൾ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. ഇപ്പം അങ്ങനെ വരണം. എൻ്റെ കൂടെ ഉള്ളവനൊക്കെ എവിടെയാവും. ഞാനാണെങ്കിൽ എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുന്ന ജീവികൾക്കൊക്കെ ഓരോ പേരങ്ങോട്ടിടും. അങ്ങനെ പേരിട്ടതാണ് മയിൽമാധവനും മണിക്കുട്ടി, ശങ്കരൻ. ഇനിയും ഒരുപാട് പേരുകൾ വരാൻ കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ മണിക്കുട്ടി അന്ന് റെസ്റ്റിലാണ്. അവൾ അവിടെ കിടക്കണുണ്ട്. അപ്പോൾ എൻ്റെ മണിക്കുട്ടിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മണിക്കുട്ടിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ അവളെയും പൊക്കിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അവിടെ തന്നെ അവളെ വാങ്ങിക്കാൻ ചെന്നപ്പോൾ തന്നെ 1-2 ആളുകൾ ഇതിന് ഞങ്ങൾക്ക് തരുമോ, ഞങ്ങൾ ഒരു 1000 രൂപ കൂടെ കൂട്ടിത്തരാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ കൊടുക്കാതെ ഇതിന് ഞാൻ കൊണ്ടുപോകുമെന്നും പറഞ്ഞു പോന്നു. ഇന്ന് ഇവിടെ എൻ്റെ മോളെപ്പോലെ തന്നെ എനിക്ക് ജീവനാണ്. ഞാനിതിന് ആർക്കും കൊടുക്കാനും പോകില്ല. നമ്മുടെ എനിക്ക് കൂട്ടുകാരൻ ചെങ്ങാതി പോയപ്പോൾ പുതിയൊരു കൂട്ടുകാരനെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ആളും നല്ല കൂട്ടാണ്. കൊണ്ടുവന്ന പാട് നല്ല കൊത്തായിരുന്നു. ഇപ്പോൾ കൊത്തൊക്കെ നിർത്തി ഇവർ 3 ആൾ നല്ല കമ്പനി ആയിട്ടുണ്ട്. മണിക്കുട്ടിയെ, ഇത് മണിക്കുട്ടിക്കും വേണം ഒരു കമ്പനി. മണിക്കുട്ടിയെ